ചേട്ടന്റെ പേരെന്താ? രാജനല്ലേ? ചേട്ടൻ ഇവിടുത്തെ കാരണോ? മുള്ളൂർക്കര പഞ്ചായത്ത്. അതെ, തൊട്ടടുത്ത പഞ്ചായത്ത് തന്നെ കേട്ടോ, ഗ്രാമപ്രദേശമാണ്. അവിടെ ഉള്ളോട്ട് മാറിയിട്ടുള്ള ഒരു പഞ്ചായത്ത്. അതെ, ടൗൺ ഏരിയയിൽ നിന്ന് വിട്ടു മാറി. അതായത് മുനിസിപ്പൽ ഈ പഞ്ചായത്ത് വടക്കാഞ്ചേരി മുനിസിപ്പൽ മേഖലയാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്. അതെ, ദേവീക്ഷേത്രമാണല്ലേ? ആ, ദേവീക്ഷേത്രം പുരാതനമായിട്ട് ഉള്ള ക്ഷേത്രമാണ്. ഉത്രാളിക്കാവ് അല്ലേ? ഉത്രാളിക്കാവ് തന്നെയാണ് പേര്. ആ, ഉത്രാളിക്കാവ്. രുദ്രമഹാകാളി കാവ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഉത്രാളിക്കാവാണ്. പിന്നെ കാലകാരണപ്പെട്ട് പോയിട്ട് ഉത്രാളിക്കാവ് പണ്ട് പറഞ്ഞത്. പിന്നെ രുദ്രമഹാകാളി കാവാക്കി. കാരണം ഇന്നത്തെ ഈ ജനറേഷൻ. മലയാള മാസം ഏത് ദിവസം ഇവിടുത്തെ ഉത്സവം നടക്കാറ്? ചൊവ്വാഴ്ച. അതെന്താ വെച്ചാൽ ചൊവ്വാഴ്ച ആദ്യത്തെ ദിവസം മച്ചാട് തിരുവാണിക്കാവ്. മച്ചാട് ഇതിന്റെ അനുജത്തി, അങ്ങനെ ഒരു ബന്ധമുണ്ട്, റിലേഷൻ. ഉത്രാളിക്കാവിന്റെ അനുജത്തി. അങ്ങനെ ഐതിഹ്യങ്ങൾ പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെ കേട്ടോ. മറ്റേ മച്ചാട് തിരുവാണിക്കാവ്. അത് തിരുവാണിക്കാവ്. അത് ആദ്യത്തെ ചൊവ്വാഴ്ച മച്ചാട് തിരുവാണിക്കാവും, പിറ്റത്തെ ചൊവ്വാഴ്ച ഊത്രാളിക്കാവും. അങ്ങനെ ഈ ഒരു 7 ദിവസം പറ എടുക്കാം. 7 ദിവസം മുന്നേ. അതായത് മച്ചാട് തിരുവാണിക്കാവ് വേല ദിവസം ഇവിടെ ഉത്രാളിക്കാവിൽ പുറപ്പാടാണ്. ദേശങ്ങൾ മുഴുക്കെ പോയിട്ട് പറ എടുക്കും. അവിടെ മച്ചാട് ഇളയതാണ്. കഴിഞ്ഞ ആദ്യത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞു. അല്ല, അതിന് ആനപ്പൂരില്ല. അതിന് ഒരു കൗതുകം ഉണർത്തുകയാണ്. അതെ, കേട്ടില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം എന്നിട്ട് ചുമറ്റേറ്റിട്ട് അതിപ്പോ സാമ്പിൾ കാണിച്ചു ഇവിടെ ചെറിയ കാളകളുണ്ടാവും. അതിനെ എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാൻ. നല്ല ഹൈറ്റ് ഉണ്ടാവും. അതൊരു 20 പേര് 25 പേരൊക്കെ ഒരു സൈഡിൽ ഒരു 15-20 പേരുണ്ടാവും. ശരാശരി അപ്പുറം 20 പേര്. നല്ല വെയിറ്റ് ഉണ്ടാവും. അത് എന്നിട്ട് ഏറ്റവും വലിയൊരു പന്തല് കെട്ടിയിട്ടുണ്ടാവും ഉയരത്തിലുള്ള. എന്നിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ആ പന്തലിന്റെ മുകളിൽ മുട്ടിക്കണം. അതെന്തിനാണ്? അവര് എന്താ ആചാരം. ഏറ്റവും നല്ല ഉയർന്ന എന്താണ് അത് പ്രൈസ്. നല്ല ചെറുപ്പക്കാർ, ആരോഗ്യവന്മാരായ ചെറുപ്പക്കാരാ. കാരണം ഇതിന് കുറിച്ചെടുത്തിട്ടൊക്കെയാണ് ഈ ഇത് അങ്ങനെ മച്ചാട് തിരുവാണിക്കാവിലെ. ഭയങ്കര പൂരപ്രേമിയാണല്ലോ. ഞാൻ നോക്കി ഇവിടെ എത്ര വർഷമായിട്ട് വരും? ഞാൻ 36 വർഷമായി. അമ്മ മരിച്ച ഒരു വർഷം മാത്രമാണ് ഞാൻ ഇവിടെ വരാതിരുന്നിട്ട്. എവിടെയാണെങ്കിലും ഇവിടെ എത്തും. എത്ര ദൂരമില്ല. ഞാൻ അമ്മ മരിച്ചൊരു വർഷം വന്നില്ലേ. കാരണം എന്താണെന്നറിയോ, ഈ പഞ്ചവായുത്തോട് അമേദ്യമായ ഒരു പ്രേമം എന്ന് പറഞ്ഞാല് ഈ ആവേശം. എന്റെ മക്കളൊക്കെ പറയും, ഞാനൊരു അവിടെ നാട്ടിൻ പ്രദേശം ഗ്രാമമല്ലേ, അവിടെ വെടിക്കെട്ടിന് മാത്രം ആൾക്കാർ വരും. ഞാൻ 11 മണിക്ക് അവിടെ പോരും, ഒറ്റയ്ക്ക് പോരും. എന്നിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ എന്നെ PC എന്നാ വിളിക്കാം. അങ്ങനെ ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ എന്താ PC നേരത്തെ പോകുന്നു പറഞ്ഞു. 11:30 അങ്കക്കാടിന്റെ ശംഖ് ഊതുമ്പോൾ തൊട്ട് ബാക്കിൽ ഞാൻ ഉണ്ടാവും. 36 കൊല്ലം മുന്നേ ഉള്ള വയനാട്ടിൽ മാനന്തവാടിയിൽ കാർപ്പൻ്റർ വർക്കിന് പോണ കാലം കൊണ്ട് അങ്ങനെ തന്നെ അത് ശീല. ഒരു പഞ്ചവാദി ഒരു ആസ്വാദന കലയാണ്. അത് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് കഴിയുള്ളൂ. ക്രിക്കറ്റ് പറയാൻ കഴിയില്ല. ഇപ്പോൾ ക്രിക്കറ്റ് ആസ്വാദനം ഒരു പ്രത്യേക കലയല്ലേ. അതുമാതിരി മറ്റേ ഇത് എന്താ പറയുക, ഈ ഫുട്ബോള് അതൊരു പ്രത്യേക ഒരു കലയല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എത്ര തിരക്കുണ്ടെങ്കിലും ഞാനിവിടെ വന്നിരിക്കും. ആ ഇടയ്ക്കടെ തൊട്ട് പിറകിൽ ആ മെലിഞ്ഞിട്ടൊക്കെ അന്ന് ഇന്നൊക്കെ മെലിഞ്ഞാട്ടോ. അത് കുട്ടിക്കാലത്ത് ആ ഇടയ്ക്കടെ വേർത്ത് കുളിച്ചിട്ട് 11 മണിക്ക് ഞങ്ങൾ വീട്ടിൽ വരും. എന്നിട്ട് ഏതെങ്കിലും ബൈക്കിൽ കയറിയോ അല്ലെങ്കിൽ ട്രാഫിക് ജാമായി ഉണ്ടാവും. എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ആ പഞ്ചായത്തിൻ്റെ ഇടയ്ക്കടെ തൊട്ട് ബാക്കിൽ നിൽക്കും. അപ്പോൾ ഞാൻ ആ പഞ്ചവാദ്യ കലാകാരന്മാരെ അറിയാം. കല്ലേക്കുളങ്ങര, കൃഷ്ണവാര്യർ. ഞാൻ ബോറായിട്ട് തോന്നാൻ കേട്ടോ. കല്ലേക്കുളങ്ങര, കൃഷ്ണവാര്യർ, പെരുവനം ഹരി, കൈലാട് പഞ്ചവാദ്യ. അയാള് ആദ്യം കുട്ടിയിൽ കുനിശ്ശേരി ചന്ദ്രൻ. അല്ലല്ല, നടുക്കില്. എന്താ വെച്ചാല് ഇവിടുത്തെ പഞ്ചവാദ്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, പഞ്ചവാദ്യത്തിലെ ഏറ്റവും പ്രമാണി എന്ന് പറഞ്ഞാല് ഏറ്റവും കഴിവുള്ള വ്യക്തി. അങ്ങനെയാണ്. അപ്പൊ അയാള് കുനിശ്ശേരി ചന്ദ്രനാണ് നടുക്കിൽ നിന്നിരുന്നത്. ഇടതുഭാഗത്ത് നിന്നിരുന്നത്
മറ്റേ ഇയാൾ നെല്ലുവായി ശശി, വലതു ഭാഗത്ത് നിന്നിരുന്നത് വരൂർ ഹരി. വരൂർ ഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മറ്റേ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഏറ്റവും അറ്റത്ത് നിന്നിരുന്നൊരു പയ്യനാണ്. ഒരുപാട് ഞാനൊരു മടത്തിൽ വരവ് പഞ്ചവാദ്യം ഞാൻ കാണാൻ പോകാറുണ്ട്. അപ്പോഴും മൂപ്പര് ഏറ്റവും അറ്റത്ത് നിന്നായിരുന്ന പയ്യൻ. അത്ര പ്രായമായിട്ടില്ല, 10-42. ഇപ്പം അവൻ കലാപരമായി കഴിവ് തെളിയിച്ചിട്ട് ഈ എങ്കേക്കാടിൻ്റെ എങ്കേക്കാടിൻ്റെ വലതുഭാഗത്ത്, അതായത് മെയിൻ ആള് മറ്റേ ഇയാളാണ്, കുനിശ്ശേരി ചന്ദ്രനാണ്. അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത് ആൾക്ക് സ്ഥാനം കിട്ടി. വളരെ കഴിവാണ്. അതൊക്കെ സ്ഥാനമുണ്ടല്ലേ? ആ സ്ഥാനമുണ്ട്. അത് അങ്ങനെ ഉണ്ട് കേട്ടോ. ഉണ്ട്. ആനയ്ക്ക് അവിടെയും ഇവിടെ പോയി നിൽക്കാൻ പറ്റില്ല. ആനയ്ക്കും ഇതാ ഏറ്റവും കോലം വെച്ച ആനുണ്ടല്ലോ, ഈ കേശവൻ എന്താ ആന, അത് വലതുഭാഗത്ത് നടുക്കിൽ നിൽക്കും. പിന്നെ കുറച്ചും കൂടി കഴിവുള്ള വ്യക്തി വലതുഭാഗത്ത്. അങ്ങനെ ഓരോ സ്ഥാനമുണ്ട്. ഓടി കയറി അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. പഞ്ചവാദ്യം ആണെങ്കിൽ തന്നെ പഞ്ചവാദ്യത്തിലും ഓരോ സ്ഥാനമുണ്ട്. ഓരോരുത്തർക്കും ഓരോ നിൽക്കാനുള്ള സ്ഥാനം, നിൽക്കാൻ പാടുള്ളൂ. കാരണം കഴിവിന്റെ പ്രാപ്തി അനുസരിച്ച്, അംഗീകാരത്തിനനുസരിച്ച് എന്താ നിൽക്കുള്ളൂ. ഇതെന്താണ് ഈ പന്തല് കെട്ടിയത്? അത് ഒരു എന്താ പറയാ, ഒരു ഭംഗിയിൽ ഉണ്ടാക്കി തീർത്ത രണ്ട് ദേശക്കാർ. എങ്കേക്കാട് ദേശം വലതുവശത്ത് ഇവിടുന്ന് ഭഗവതി ഇരിക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇടതുവശത്ത് എങ്കേക്കാടും എന്താണ് അല്ല ഇടതുവശത്ത് കുമരനല്ലൂർ, വലതുവശത്ത് കുമരനല്ലൂരും. ഈ വെടിക്കെട്ട് വെടിക്കെട്ട് സർക്കാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ ആനകളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എങ്കക്കാട് ദേശം. ഇതിന്റെ ഭഗവതിയുടെ ഇടതുവശത്ത് നിൽക്കുന്നത് ആ പന്തല് വലതുവശത്ത് കുമരൻ. ഇവരിവിടെ നിന്നു ഈ സൈഡില് കുമരനെല്ലൂർ അല്ലേ? ഈ ചേട്ടന് പൂരപ്രേമിയാണോ? മൂവരെല്ലാ പൂരത്തിനും ചുറ്റുപാടിലെ ഒരു പൂരം ഒഴിവാക്കില്ല. അതല്ലേ? കീഴൂര്, അത്താണി, കുറ്റങ്കാവ്, മറ്റേ കോഴിയാർമ്പ്. നമ്മളെ കണ്ണൂർ സൈഡൊക്കെ തെയ്യങ്ങളാണ്. വന്നിട്ടുണ്ടോ നിങ്ങൾ? വന്നിട്ടുണ്ടോ? ഞാൻ കണ്ണൂരാണ്. കലാരൂപങ്ങൾ, തെയ്യ കലാരൂപം. അതല്ലേ? ഇത് കെട്ടിട്ട് മോഹൻലാലിന്റെ പടത്തിലുള്ള ഇതല്ല, മോട്ടോട് ഇത് കെട്ടിട്ട് ചേട്ടാ. പിന്നെ ഈ അമ്പലത്തില് വേറെ പ്രത്യേകിച്ച് ചടങ്ങുകൾ വല്ലതും ഉണ്ടോ? ചൊവ്വാഴ്ച ദിവസം പ്രാധാന്യം കൊടുക്കും. എല്ലാ ദിവസവും നട തുറക്കുമോ? എല്ലാ ദിവസവും. ദേവീക്ഷേത്രം അല്ലേ? ദേവീക്ഷേത്രം. ആളുകളൊക്കെ വരും. ആളുകള് നല്ല ആൾക്കാർ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ ഉണ്ട്. അതല്ലേ? ഇതിനിപ്പോ പൂരം കഴിയുന്നത് നാളെ പുലർച്ചെ വെടിക്കെട്ട്. അതെ, അത് സെറ്റ് എന്ന് പറഞ്ഞാല് കൺഫേം ശരിക്കും വെക്കാറ്റ് അറിഞ്ഞില്ല. ചെറിയ വടക്കാഞ്ചേരിയുടെ വെടിക്കെട്ട് ഉണ്ടാവും ചിലപ്പോ. അമ്പലത്തിന്റെ വെടിക്കെട്ടുണ്ടോ? അമ്പലത്തിൽ അങ്ങനെ വെടിക്കെട്ടില്ല, കഥന മാത്രം ഉണ്ടാവും. കഥന മാത്രം. ഇതിപ്പോ നടത്തുന്ന ഈ വെടിക്കെട്ട് ഇപ്പൊ കുമരനിൽ ഏതാ ദേശക്കാരെന്ന് അറിയില്ല. അങ്ങനെ വെടിക്കെട്ടാണല്ലേ? ഇപ്പൊ അന്നേരം രാത്രി സാമ്പിൾ വെടിക്കെട്ട് 8 മണിക്ക് വടക്കാഞ്ചേരി വിഭാഗത്തിന്റെ ആയിരുന്നു. ഇന്നിപ്പോ അങ്ങനെ ലിസ്റ്റ് ഞാൻ ഈ വിലക്ക് ഇറക്കെടുത്ത കാരണം ഇതിന് നിയന്ത്രണം, അല്ലെങ്കിൽ ജനങ്ങളെ നിബദ്ധായിരിക്കും. മലപ്പുറം ജില്ലയൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടേ മലപ്പുറം ജില്ല കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇതിനല്ല, മലപ്പുറം ജില്ലക്കൊക്കെ അവർക്ക് കൂടുതൽ വെടിക്കെട്ടിനോട് അമിതമായ താല്പര്യങ്ങളാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നോക്കി ആ പാടങ്ങളിൽ അകമല പാടം മൊത്തം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പാർക്ക് ചെയ്യുന്ന. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഫീസ് മേടിച്ചിട്ട് അവിടുന്ന് തലേ ദിവസം തന്നെ ഇതിൻ്റെ ആസ്വാദകർ, നമ്മൾ ഈ വെടിക്കെട്ടിനാണ്ട് പ്രത്യേക ആസ്വാദകരുണ്ടാവില്ല. അപ്പോൾ 2, 3, 4, 5 ബാച്ചായിട്ട് 4-5 ജീപ്പിൽ, അന്ന് ജീപ്പായിരുന്നു, കുട്ടിക്കാലത്തൊക്കെ ജീപ്പായിരുന്നു. ജീപ്പിൽ ഇങ്ങനെ വരും ഫാമിലിയായിട്ട്. അവർ ഒരുപാട് ആൾക്കാർ മലപ്പുറം ജില്ല കംപ്ലീറ്റ് രജിസ്ട്രേഷൻ മലപ്പുറം ജില്ലയിലെ വണ്ടികളായിരിക്കും. കാരണം അവർക്ക് ഈ വെടിക്കെട്ടിനോട് അമിതമായ ഒരു താല്പര്യമാണ്. ഇല്ല. കാണും. ഞാൻ ഓർമ്മയിൽ ഒരു ചരിത്രം പറയാം. ഞാൻ എൻ്റെ കൂട്ടുകാരനാണ്, ഏതാണ്ട് സെയിം പ്രായക്കാരൻ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താണ് വടം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വടം കെട്ടുമ്പോൾ വെടിക്കെട്ട് ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ അടുത്തേക്ക്, അപ്പോൾ ഇവർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്ത് വടം ഉദ്ദേശിച്ചിട്ട് ഇതുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവേശത്തിൽ നിർക്കൊണ്ടേ
ആ സൗണ്ടിൽ കേൾക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പം എൻ്റെ സമപ്രായക്കാരൻ നമ്മുടെ ഒരു ദോസ്തുണ്ട് വീശി, ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറേ വർഷം 10-20 വർഷം മുന്നേ. അവൻ പറഞ്ഞ വീശി എന്താ ഈ ഫോണ്, ഇത് വെടിക്കെട്ട് വല്ല അപകടം സംഭവിച്ചത്, തീ പാടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴിയില്ലേ. അപ്പൊ ഇതിനോട് വടം കെട്ടി ഞാൻ അങ്ങോട്ട് വെടിക്കെട്ട് കത്തുന്തോറും അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോവാ. കാരണം അത് കാണാനുള്ള ഒരു എന്താ പറയാ പറഞ്ഞ അത്ര ഒരു ആവേശം. ഇപ്പോഴവൻ പറയും അന്ന് കുട്ടിക്കാലത്ത് അവര് ഭയങ്കര പേടിയാ, ആൾക്ക് വെടിക്കെട്ടിന്റെ ഒച്ച കേൾക്കുമ്പോ അവര് തീപ്പൊരിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലെ ഈ വെടിക്കെട്ട് നടക്കുന്നതിന് അടുത്തൊന്നും ആരും പ്രവേശിപ്പിക്കില്ല. ഇല്ല അല്ലേ? ഭയങ്കര ഇതാവും, ഫിക്സാവും. ഒരുപാട് അപകടങ്ങൾ അവിടെ എവിടെ ഉണ്ടായത്, അവിടെ എവിടെയാ ഉണ്ടായത്? മലപ്പുറം ജില്ലയിലാണോ ജില്ലയിലാണോ? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദേശക്കാരുടെ ഒരു ഉത്സവമാണല്ലോ. വേറെ കലാപരിപാടികളൊന്നും ഇവിടെ ഉണ്ടായില്ല. അങ്ങനെയുള്ള പരിപാടിക്ക് താല്പര്യക്കുറവ് ജനങ്ങൾ ഉണ്ട്. അതാണ് കൂടുതൽ നാടൻ പാട്ടുകള്, ഗാനമേള, ഡാൻസ്, അങ്ങനെ പ്രോഗ്രാം അവിടെ കൂടുതൽ. ആണിണ്ടാവും, നല്ല ഇതാവും, കാണാൻ നല്ല കൗതുകം ഉണ്ടാവും. ശരി, ഒരുപാട് ക്ഷേത്രങ്ങൾ പൂരത്തിന് പങ്കെടുക്കാൻ കഴിയട്ടെ. താങ്ക് യു. പേരെന്താ? എന്റെ പേര് ചിത്തു. എന്റെ പേര് നമ്പർ